വെൽക്കം ബാക്ക്. ഇനി നമ്മൾ ബാക്കിയുള്ള ഫ്യൂ ക്വസ്റ്റ്യൻസ് അതോടെ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യണം. അതോടുകൂടി ഈ ചാപ്റ്റർ തീരും. അപ്പൊ ഏറ്റവും ആദ്യം ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഏറ്റവും ആദ്യം ഈ ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 2 സർക്കിൾസ് ഇന്റർസെക്ട് അറ്റ് 2 പോയിന്റ്സ് ബി ആൻഡ് സി. 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് 2 സർക്കിൾസ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ത്രൂ ബി 2 ലൈൻ സെഗ്മെന്റ് എ ബി ഡി ആൻഡ് പി ബി ക്യു ആർ ഡ്രോൺ. എ ബി ഡി വരച്ചിട്ടുണ്ട്, അതേപോലെ പി ബി ക്യു വരച്ചിട്ടുണ്ട്. കോമൺ പോയിന്റിലൂടെയാണ് വരച്ചത്. എന്നിട്ടോ then it is given that they are intersecting, they are drawn to intersect the circles AD and PQ respectively. AD അതേപോലെ എന്താണ് PQ respectively. ഓക്കെ, എല്ലാം സമ്മതിച്ചു. പ്രൂവ് ദാറ്റ് ആംഗിൾ എ സി പി ഈക്വൽ ടു ആംഗിൾ എ സി പി അല്ലെ, ആംഗിൾ ക്യു സി ഡി അല്ലെ, ആംഗിൾ ക്യു സി ഡി എവിടെ, ആംഗിൾ ക്യു സി ഡി. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഈ ഒരു ആംഗിളും അതേപോലെ ഈ ഒരു ആംഗിളും ഈക്വൽ ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. സോ ഏറ്റവും ആദ്യം ഇവിടെ നമ്മൾ ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ജസ്റ്റ് ഒന്നൊന്ന് ഇങ്ങനെ ഡോട്ട് ഇടാം. ഓക്കെ, അതാണല്ലോ ഇന്റർസെക്ട് ചെയ്യുന്ന ലൈന്. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ നീട്ടുകയും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ ഡോട്ട് ഇട്ടു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു കോഡിന്റെ പ്രോബ്ലം അറിയാലോ. എന്താ കോഡിന്റെ പ്രോബ്ലം? ഇവിടെ നമുക്ക് ബി സി എന്നുള്ള ഒരു കോഡ് ഉണ്ട്. ഈ കോഡിൽ നിന്നുള്ള ആംഗിള് എന്താ വരിക? ഇവിടെ ആംഗിൾ എ അതേപോലെ തന്നെ ആംഗിൾ പി ഇതൊക്കെ സെയിം ആണെന്ന് നമുക്കറിയാം. അതേപോലെ നമുക്കുള്ള വേറൊരു കോഡാണെന്ത്, ഇവിടെ ആംഗിൾ അല്ലെങ്കിൽ ഇവിടെ എന്താ പറയാ എ പി എന്നുള്ളൊരു കോഡ് ഉണ്ട്. അതിൽ നിന്നുള്ള ആംഗിൾ ആണെന്ത് എ സി പി, അതേപോലെ തന്നെ എ ബി പി ആണല്ലോ. ഇവിടെയുള്ള കോഡ് എന്ന് വരുന്ന 2 ആംഗിൾ ആണ്. അതേപോലെ തന്നെ യു ക്യാൻ സേ ദാറ്റ് ദർ ഈസ് അനദർ കോഡ് ഹിയർ. ഏതാ കോഡ്? ഡി ക്യു എന്നുള്ള കോഡ് ഉണ്ട്. ആ ഡി ക്യുവിൽ നിന്നുള്ള കോഡിലുള്ള ഒരു ആംഗിൾ ആണെന്ത് ഡി സി ക്യു ആൻഡ് അനദർ ആംഗിൾ ഈസ് ഡി ബി ക്യു. ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? സോ ഒരു കോഡിൽ നിന്നുള്ള ആംഗിള് എന്താ പറയാ എപ്പോഴും സെയിം ആയിരിക്കും. എന്താ പറയാ എവറി ആംഗിൾ ഫ്രം എ കോഡ് ആർ ഓൾവേസ് ഈക്വൽ. അപ്പൊ നമുക്ക് പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്താലോ? ഇനി ഒരു പണിയില്ല, വളരെ ഈസിയാണ്, ചെയ്തു കഴിഞ്ഞു. എന്താണ് ഇനി പറയാനുള്ളത്? എന്താ, ഇതൊരു ലൈനാണ് അല്ലെ, ഒരു ലൈനാണ്. ഈ ഒരു ലൈനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. അങ്ങനെ വരച്ചു കഴിഞ്ഞു. ഇപ്പൊ ഞാനത് ഇവിടെ വരയ്ക്കാം. എന്താന്ന് വെച്ചാല് ഇവിടെ അങ്ങനെ ഒരു ലൈൻ ഉണ്ട്, ഇങ്ങനെ ഒരു ലൈന്, ഇങ്ങനെ ഒരു ലൈൻ. അത് വരച്ചാൽ നിങ്ങൾക്ക് 100% പറയാൻ പറ്റുന്നത് ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഉറപ്പല്ലേ? കാരണം എന്താ, ആ ഒരു ലൈൻ എന്താ പറയാ ലൈനിൽ ക്രോസ് ചെയ്യുന്ന രീതിയിലാണ് ഈ 2 ലൈനുകൾ വരുന്നത് അല്ലെ? സോ അതുകൊണ്ട് എന്തായാലും ഈക്വൽ ആയിരിക്കും അല്ലെ? ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യം, ആ നടുവിലുള്ള ലൈന് പോലും വേണമെന്നില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഈ ഒരു ആംഗിളും എന്തായിരിക്കും? 100% ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. കാരണം ദിസ് ഇസ് പാസിംഗ് ത്രൂ എ കോമൺ പോയിന്റ് ബി അല്ലെ? ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ ഈ ആംഗിളും ഈക്വൽ അല്ലേ ഉണ്ടാവുക. അപ്പൊ അത് ഈക്വൽ ആണെങ്കിൽ ഈ ഒരു ആംഗിളിന് ഈക്വൽ ആണ് ഏത് ആംഗിള്? ഈ ആംഗിൾ എന്ന് കിട്ടും അല്ലെ? ഇത്ര മാത്രമല്ലേ പറയാനുള്ളൂ. അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ഈ ആംഗിളിന് ഈക്വൽ ആണ് ഈ ആംഗിൾ എന്നാണ് ഫൈനലി കിട്ടുക. അത്ര മാത്രമേ ഉള്ളൂ. സോ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദാറ്റ് ആംഗിൾ എ സി പി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ബി പി and angle QCD is equal to angle QBD. എന്താ റീസൺ പറയാ? ആംഗിൾ ഫ്രം ദ സെയിം കോഡ്. ഇതാണ് റീസൺ. ഇനി നമുക്ക് പറയാൻ പറ്റും എന്ത്, പോയിന്റ് ബി ഈസ് എ കോമൺ പോയിന്റ്
ഓഫ് ലൈൻ ഏതൊക്കെ ലൈനാണ്? എ ഡിയും അതേപോലെ പി ക്യു അല്ലെ, എ ഡി ആൻഡ് പി ക്യു. എ ഡി എന്നുള്ള ഒരു ലൈനും പി ക്യു എന്നുള്ള ലൈന്റെയും കോമൺ പോയിന്റ് ആണ് എന്ത്? ഈ ഒരു ക്രോസ് ചെയ്യുന്ന ബി എന്നുള്ള പോയിന്റ്. ഓക്കെ, now നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് എന്ത്? പോയിന്റ് ബി ഇസ് എ കോമൺ പോയിന്റ് ഓഫ് ലൈൻ എ ഡി ആൻഡ് പി ക്യു. now you can easily say that angle PAB, angle PBA, sorry PBA, angle PBA, angle PBA is equal to എന്താണ്? എ സി പി ഈക്വൽ ടു നമ്മൾ എഴുതിയ എന്തായിരുന്നു? എ സി പി ഈക്വൽ ടു എ ബി പി എന്നല്ല എഴുതിയ. യെസ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും പി ബി എന്ന് എഴുതണ്ടല്ലോ, എ ബി പി എന്ന് എഴുതിയാൽ പോരെ. എ ബി പി എന്നല്ല എഴുതിയത്, എ ബി ഡി എന്ന് എഴുതി. എ ബി പി ആണ്, സോറി, എ ബി പി. ഓക്കെ, സോ എ ബി പി. ഇനി അതേപോലെ തന്നെ ക്യൂ സി ഡി എവിടെ? ക്യൂ സി ഡി ക്യൂ ബി ഡി. കറക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ നമ്മൾ ആദ്യമേ വരച്ചതാണല്ലോ ഈ ഒരു കോഡ് അല്ലെ. ഈ കോഡിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതും എൻഡിങ് പോയിന്റ് ഇതും ആവണം അല്ലെ. സോ എ സി പി അതേപോലെ തന്നെ എന്താ? എ ബി പി, സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിങ് പോയിന്റും സെയിം ആണ്. അതാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ക്യൂ ഡി എന്നുള്ള ലൈനിൽ ക്യൂ സി ഡി അതേപോലെ തന്നെ ക്യൂ ബി ഡി, ഈ രണ്ട് ലൈനും എന്താണ്, അല്ലെ ഈ രണ്ട് ആംഗിളും എന്താണ്? ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് പോയിന്റ് ബി ഇസ് എ കോമൺ പോയിന്റ് ഓഫ് ലൈൻ എ ഡി ആൻഡ് പി ക്യു. then you can say that angle ABP, ഇവിടെ ABP എന്നല്ല എഴുതിയേ, angle ABP is equal to എന്താ വരിക? ആംഗിൾ ABP equal to എന്താണ്? നമ്മൾ നേരത്തെ തന്നെ ഇത് മാർക്ക് ചെയ്തു. എന്താണ്? ആംഗിൾ QBD, ആംഗിൾ QBD അല്ലെങ്കിൽ ആംഗിൾ BDQ. എങ്ങനെ എഴുതാം? ആംഗിൾ QBD, ആംഗിൾ QBD. ഇത് നമ്മൾ എഴുതി. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 1 എന്നോ ഇക്വേഷൻ നമ്പർ 2 എന്നോ എന്തെങ്കിലും കൊടുക്കാം. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്ത്? ഫ്രം 1 and 2 we can say that എന്താ പറയാൻ പറ്റുക? എ ബി പിക്ക് പകരം എ സി പി എന്ന് എഴുതാൻ പറ്റും. അതേപോലെ ക്യൂ ബി ഡിക്ക് പകരം എന്തെന്ന് എഴുതാൻ പറ്റും? ക്യൂ സി ഡി എന്ന് എഴുതാൻ പറ്റും. എന്താ പറയാൻ പറ്റുക? ആംഗിൾ എ സി പി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ സി ഡി എന്നിട്ട് പറയാം ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, അപ്പൊ ഹെൻസ് പ്രൂവ്ഡ് എന്ന് പറയാൻ പറ്റും. എന്ന് പറഞ്ഞ പ്രോബ്ലം ഓക്കെ ആണ്. ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. സോ നമ്മൾ ചെയ്ത കാര്യം വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മളോട് ചോദിച്ചത് എ സി പി ക്യൂ സി ഡി. ഈ ഫിഗർ ഒക്കെ കണ്ടാൽ ചിലർ വളരെ ടഫാണ്, കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ തോന്നും. കാരണം ഒരുപാട് ലൈന്, ഒരുപാട് എന്താ പറയുക, ട്രയാങ്കിൾസ്, കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, 2 സർക്കിൾ. അപ്പോൾ ഒന്നുമില്ല, നമുക്ക് അറിയുന്ന കാര്യം, നമുക്ക് ചാപ്റ്ററിൽ പഠിച്ച കാര്യം എന്താ? ഒരു കോഡിൽ നിന്നുള്ള ആംഗിൾസ് എല്ലാം സെയിം ആണ്. അപ്പൊ അത് നമ്മൾ ഇവിടെ യൂസ് ചെയ്താൽ മതി. അതിന് പറ്റിയൊരു പോയിന്റ് ഇവിടെ കോമൺ പോയിന്റ് ഉണ്ട്. ഇതും എപ്പോഴും ഈക്വൽ ആണ്. നമ്മൾ അവിടെ വരച്ച് കാണിച്ച പോലെ ഇതും ഈക്വൽ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ഇതിന് ഈക്വൽ ആണ് ഇത്, അതേപോലെ ഇതിന് ഈക്വൽ ആണ് ഇത്. അപ്പൊ ഇത് രണ്ടും ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയിക്കോളും. വളരെ ഈസിയാണ്. ജസ്റ്റ് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ഈ കോൺസെപ്റ്റ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്സിൽ എഴുതിയാൽ മതി. പക്ഷെ അതിൽ ഒരു കോമൺ മാത്തമാറ്റിക്കൽ പോയിന്റ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നൗ ദ 10th ക്വസ്റ്റ്യൻ. 10th ക്വസ്റ്റ്യനിൽ നമുക്ക് ഫിഗർ തന്നിട്ടില്ല. നമുക്ക് ആക്ച്വലി തന്ന എന്താ? ഒരു ക്വസ്റ്റ്യൻ മാത്രം. ഇഫ് സർക്കിൾസ് ആർ ഡ്രോൺ ടേക്കിംഗ് 2 sides ഓഫ് എ ട്രയാങ്കിൾ ആസ് ഡയാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 2 sides ഓഫ് എ ട്രയാങ്കിൾസ് ആസ് ഡയാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ 2 ഡയാമീറ്റേഴ്സും എന്താണ്? ഓരോ സർക്കിൾസിന്റെ 2 ഡയാമീറ്റേഴ്സും എന്താണ്? ഓരോ ട്രയാങ്കിളിന്റെ 2 sides ആണ്. ഓരോ ട്രയാങ്കിളിന്റെ 2 sides ആണ്. 2 sides ഓഫ് എ ട്രയാങ്കിൾ ആസ് ഡയാമീറ്റേഴ്സ്. അതാണ് എന്ത്? ഈ ഒരു സംഭവം, അതേപോലെ ഈ ഒരു സംഭവം. ഇനി എന്താ പറഞ്ഞ? പ്രൂവ് ദാറ്റ് the point of intersection of these circles lie on the third side എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? 2 സർക്കിൾ വരയ്ക്കുക. ഇങ്ങനെ 2 സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതൊരു ഡയാമീറ്റർ, ഇത് വേറൊരു ഡയാമീറ്റർ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് നമ്മൾ നേരെ ജോയിൻ ചെയ്ത് വരച്ചാൽ എപ്പോഴും ഇതിലൂടെ പാസ് ചെയ്യുന്ന പറഞ്ഞ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു കറക്റ്റ് 3rd സൈഡിൽ വരും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. 3rd സൈഡിൽ വരും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾ
ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫിഗർ വരയ്ക്കുമ്പോൾ ഇവർ പറഞ്ഞ രീതിയിൽ അല്ലാതെ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം അതൊരിക്കലും എന്താവില്ല, ഒരു പെർഫെക്റ്റ് ഫിഗർ ആവില്ല. ബട്ട് സ്റ്റിൽ ഇവിടെ നിങ്ങൾ നോക്കിയതാ, ഇവിടെ ഇങ്ങനെ വളച്ച് വരച്ചിട്ട് ഇവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഇതാണ് എന്ത് 90, അതേപോലെ ഇവിടെ 90 എന്ന് മാർക്ക് ചെയ്ത്. അത് തീരെ എന്തല്ല, പെർഫെക്റ്റ് ആയുള്ള ഒരു കാര്യമല്ല, ശരിയല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഈ പറഞ്ഞ കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ഫിഗറിൽ വരയ്ക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യം അല്ല എന്ന് വരച്ചിട്ട് എന്ത് ചെയ്യുക, അത് എന്തായാലും ആയിരിക്കുമെന്ന് പ്രൂവ് ചെയ്താൽ മതി. അല്ലാന്ന് ആദ്യം കാണിക്കുക, എന്നിട്ട് അത് വന്നാലേ ഈ ഫിഗർ കറക്റ്റ് ആവൂ എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, സോ നമുക്ക് കാര്യങ്ങൾ ഇവിടെ എഴുതാം. തൽക്കാലം ഇത് വായിക്കാം. ഓക്കെ, സോ what is our task? First task, prove that the point of intersection of these circles lie on the third side. അപ്പോൾ സപ്പോസ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ABC എന്നുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? നമുക്ക് പറയാൻ പറ്റും എന്ത്, ലെറ്റ് AB ആൻഡ് AC are two diameters. ഇതാദ്യം നമ്മൾ ചെയ്തു. എന്നിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഡ്രോ AD. നമ്മൾ ഈ AD വരച്ചു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെപ്പോഴും എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഡ്രോ AD, ആംഗിൾ ADB ഈസ് ഈക്വൽ ടു ആംഗിൾ ADC ഈസ് ഈക്വൽ ടു എന്താ വരിക, 90 ഡിഗ്രി ആണ് വരിക. എപ്പോഴും 90 ഡിഗ്രി ആണ് വരിക. അപ്പൊ അത് ഒരു കാര്യം. ഇനി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ ADBയും അതേപോലെ ആംഗിൾ ADCയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നമ്മൾ പറഞ്ഞ 90 ഡിഗ്രി എന്നാണ് പറഞ്ഞത്. എന്ന് നമുക്ക് പറയാൻ പറ്റും ആംഗിൾ ADB പ്ലസ് ആംഗിൾ ADC ഈസ് എ, അല്ലെങ്കിൽ അത് ഈക്വൽ ടു എത്ര എന്ന് എഴുതാം, 180 എഴുതാൻ പറ്റും. ആദ്യം ഈക്വൽ ടു 180 ഡിഗ്രി. therefore ADC ആംഗിൾ ആംഗിൾ ADB പ്ലസ് ആംഗിൾ ADC എന്നല്ല എഴുതിയേക്കുക. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ ADB പ്ലസ് ആംഗിൾ ADC ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് എന്ത്, ആംഗിൾ ADB പ്ലസ് ആംഗിൾ ADC എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ സമ്മായിട്ട് എന്ത് എഴുതാൻ പറ്റും, ആംഗിൾ BDC എന്ന് എഴുതിക്കൂടെ, ആംഗിൾ BDC. സോ സം ഈക്വൽ ടു എന്താ പറയാൻ പറ്റുക, സോ സം ഈക്വൽ ടു ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ഒരു ആംഗിളും അല്ലേ നമ്മൾ പറഞ്ഞത്, അതിന്റെ സമ്മിന് എന്താ പറയാൻ പറ്റുക, BDA പ്ലസ് CDA എന്നും പറഞ്ഞൂടെ. ഇവിടെ ADB എന്ന് പറയുന്നതും BDA എന്ന് പറയുന്നതും സെയിം അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു ആംഗിൾ BDC ഈസ് ഈക്വൽ ടു എന്തെന്നാ പറയാ, 180 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ BDC എന്ന് പറഞ്ഞൂടെ, ഈ രണ്ട് ആംഗിളും കൂടെ ഇത് മൊത്തത്തിലാണല്ലോ. BDC ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ഇംപ്ലൈസ് BDC ഈസ് എ ലൈൻ. BDC എന്ന് പറഞ്ഞ ഒരു ലൈനാണ്. BDC എന്ന് പറഞ്ഞ ഒരു ലൈൻ ആണെങ്കിൽ ഈ ഒരു D എന്ന് പറഞ്ഞ ഏത് പോയിന്റിൽ വരണം, അല്ലെങ്കിൽ ഏത് ലൈനുമേൽ വരണം, BC എന്നുള്ള ലൈനിൽ വരണം. അത്ര മാത്രമേ സംഭവമുള്ളൂ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും therefore D is a point on the third side BC of triangle ABC. ഇതോടുകൂടി എന്തായിട്ടുണ്ട്, പ്രോബ്ലം കഴിഞ്ഞു. അപ്പൊ നമ്മൾ ചെയ്ത കാര്യം ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഏറ്റവും ആദ്യം നമ്മൾ രണ്ട് സർക്കിൾ വരയ്ക്കാം. രണ്ട് സർക്കിൾ വരയ്ക്കുമ്പോൾ ആ രണ്ട് സർക്കിളിന്റെയും ഡയാമീറ്റേഴ്സ് എന്തായിരിക്കണം, രണ്ട് സർക്കിൾസിന്റെ ഡയാമീറ്റേഴ്സ് എന്തായിരിക്കണം, ഈ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് ആയിരിക്കണം. അപ്പൊ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 90 ഡിഗ്രി വരുന്ന രീതിയിൽ ഇങ്ങോട്ട് വരയ്ക്കുക. പിന്നെ ഇവിടെ എന്ത് ചെയ്യുക, മൂന്നാമത്തെ സൈഡും വരയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ D എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് എന്നുള്ളതുകൊണ്ട് ADB 90 അതേപോലെ ADC 90 ആണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ BDC എന്ന് പറയുന്ന ആംഗിൾ 180 എന്ന് പറഞ്ഞാൽ BDC ഇങ്ങനെ വളഞ്ഞു പോകില്ല. BDC ഇത് എങ്ങനെ പോകില്ല, BDC എങ്ങനെ പോകും, നേരെ പോകണം. നേരെ പോകാന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാവുക,
ഇവിടെ വേണം സി എന്ന് പറഞ്ഞാൽ ഇത് ബി സി എന്ന് പറയുന്ന കറക്റ്റ് എന്ത് ചെയ്യും, ഈ ഒരു ഓവർലാപ്പിങ്ങിൽ കറക്റ്റ് ആയിട്ട് വന്നോളും. നമ്മൾ നേരത്തെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ രീതിയിൽ കറക്റ്റ് ഓവർലാപ്പ് ചെയ്ത് വന്നോളും. ഇത് മാത്രമേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളൂ. സോ പ്രോബ്ലം ഡൺ ആണ്. ഇനി നെക്സ്റ്റ് പ്രോബ്ലം ആണ്. ഇനി നമുക്ക് ആകെ വെറും 2 പ്രോബ്ലം കൂടിയേ ഉള്ളൂ. സോ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ ബി സി ആൻഡ് എ ഡി സി ആർ 2 റൈറ്റ് ട്രയാങ്കിൾസ്, രണ്ടും റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് ആണ്. എന്നിട്ട് പറയാണ് വിത്ത് കോമൺ ഹൈപ്പോന്യൂസ് എ സി. എ സി എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും കൂടി കോമൺ ഹൈപ്പോന്യൂസ് ആണ്. പ്രൂവ് ദാറ്റ് സി എ ഡി ഈക്വൽ ടു സി ബി ഡി. സി എ ഡി അല്ലെ, എവിടെയാ സി എ ഡി? സി എ ഡി. സോ ദിസ് ഇസ് സി എ ഡി. അതേപോലെ സി ബി ഡി ഏതാണ്? സി ബി ഡി. ഇതാണ് സി ബി ഡി. ഓക്കെ, സോ ഇത് 2 എണ്ണമാണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞത്? പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സി എ ഡി ഇസ് ഈക്വൽ ടു സി ബി ഡി. ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ ബേസിക്കലി നമുക്ക് അറിയുന്ന കാര്യമാണ് എന്ത്, ഇത് 2-3 മെത്തേഡിലൊക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. എന്തായാലും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ 2 ആംഗിൾസും എത്രയാണ്, അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഫിഗർ എങ്ങനെ വരയ്ക്കാന്ന് പറയാം. ഏറ്റവും ആദ്യം എ ബി സി ആൻഡ് എ ഡി സി ആർ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വിത്ത് കോമൺ ഹൈപ്പോന്യൂസ് എ സി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം വരയ്ക്കാം അല്ലേ. സോ നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ എന്താ പറയാ, സർക്കിൾസ് ആണ് എന്നുള്ളതുകൊണ്ട് ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. വേറെ മെത്തേഡ് ഞാൻ പറയാം കേട്ടോ, ഒരു കുഴപ്പമില്ല, ഏത് മെത്തേഡിൽ നമുക്ക് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 2 രീതിയിൽ ചെയ്യുന്ന കാര്യം ഞാൻ പറയാം. ഓക്കെ, എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. അപ്പൊ ഏറ്റവും ആദ്യം കോമൺ ഹൈപ്പോന്യൂസ് എ സി അല്ലേ. ഓക്കെ, സോ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, സി എ ഡി ഈക്വൽ ടു സി ബി ഡി എന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മുടെ ടാസ്ക്. നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കാം. ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കാം. ഇതെല്ലാം കൂടി വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സർക്കിൾ വരയ്ക്കണം. ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുക. ഇതെല്ലാം കൂടി ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലാണ് സർക്കിൾ വരുന്നത്. ഞാനിവിടെ ജസ്റ്റ് റഫ് ആയിട്ട് വരച്ചു എന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്നറിയോ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് എന്താണ്, ദിസ് ഇസ് 90 ആൻഡ് ദിസ് ഇസ് ഓൾസോ 90 അല്ലേ. ഇത് 2 എണ്ണം 90 ആണ്. ഇത് രണ്ടിന്റെയും സം അപ്പ് എന്താ വരിക, 180 ആണ് വരിക. അപ്പോ നിങ്ങൾക്ക് 100% പറയാൻ പറ്റുന്നത് ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ വരിക, അത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ വരിക, 180 ഡിഗ്രിയാ വരിക. ദാറ്റ് മീൻസ് എ ബി സി ഡി എന്ന് പറഞ്ഞ ബി ഇവിടെ മാറ്റി വരയ്ക്കാം. എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഒന്നുകൂടെ പറയാം, എ ബി സി ഡി എന്ന് പറഞ്ഞ ഒരു റെക്ടാംഗിൾ ആണ് അല്ലെ. ആ ഒരു എ ബി സി ഡി എന്ന് പറഞ്ഞ റെക്ടാംഗിളിൽ 2 ഓപ്പോസിറ്റ് ആംഗിൾസ് 90 ഡിഗ്രി ഈച്ചും തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് യു ക്യാൻ ഈസിലി സേ ദാറ്റ് ദിസ് ആംഗിൾ ആൻഡ് ദിസ് ആംഗിൾ സം അപ് ടു 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എ ബി സി ഡി കറക്റ്റ് ഒരു സർക്കിളിന്റെ എന്താ പറയാ, സർക്കിളിലാണ് അതിന്റെ 4 പോയിന്റ് വരും എന്ന് പറഞ്ഞാൽ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത് പറയാൻ പറ്റും, ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആകുമ്പോഴേ ഈ സി ഡി എന്ന് പറഞ്ഞാൽ അതിന്റെ എന്തായിരിക്കും, ഒരു കോഡായിരിക്കും. സി ഡിയിലുള്ള ആംഗിൾ ആണെന്ത്, സി ബി ഡി അല്ലെ, സി ബി ഡി. അതേപോലെ സി ഡിയിലുള്ള ആംഗിൾ ആണെന്ത്, സി എ ഡി. ചെയ്തു കഴിഞ്ഞില്ലേ അല്ലെ. ഒരു കോഡിലുള്ള 2 ആംഗിൾ എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. പ്രോബ്ലം ഡൺ ആണ്. ഇത് ഈസി മെത്തേഡ്, ഈസി ആയിട്ട് ചെയ്യും, ഒരു പ്രശ്നമില്ല. ഇനി കുറച്ചുകൂടി സ്റ്റെപ്പ് കൂടുതലുള്ള മെത്തേഡ് പറയാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് 90 ആണ് അല്ലെ. ദിസ് 90 പ്ലസ് ഈ ഒരു ആംഗിൾ പ്ലസ് ഈ ഒരു ആംഗിൾ ഈക്വൽ ടു എത്ര എന്ന് പറയാ, 180 ഡിഗ്രി. ഒരു ട്രയാംഗിളിന്റെ ടോട്ടൽ ഉള്ളിലുള്ള എത്രയാ, 180 ഡിഗ്രി. ഇനി അതേപോലെ ഈ ഒരു ആംഗിൾ 90 പ്ലസ് ഈ ഒരു ആംഗിൾ പ്ലസ് ഈ ഒരു ആംഗിൾ എന്താ, 180 ആണ് രണ്ടാമത്തെ. ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഈ ഒരു ചെറിയ ആംഗിൾ പ്ലസ് ഈ ഒരു ചെറിയ ആംഗിൾ 90 ആണ്. കാരണം എന്താ, ഇത് 90 ആണ്. അതേപോലെ ഈ ഒരു ചെറിയ ആംഗിൾ പ്ലസ് ഈ ഒരു ചെറിയ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ, 90 ആണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഈ 2 ചെറുത് കൂട്ടിക്കഴിഞ്ഞാൽ 90, ഈ 2 ചെറുത് കൂട്ടിക്കഴിഞ്ഞാൽ 90, ആ രീതിയിൽ വരും. എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും,
ഈ ആംഗിൾ ഈക്വൽ ഈ ആംഗിൾ എന്ന് കിട്ടും. കുറച്ച് സ്റ്റെപ്പ് കൂടുതലുണ്ട്, അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. സോ അത് വേറൊരു മെത്തേഡാണ്. അപ്പൊ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയുള്ള മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാം. അപ്പം രണ്ടാമത്തെ മെത്തേഡ് ഏതായിരുന്നു? ഇങ്ങനെ ട്രയാങ്കിൾ എടുക്കുക, ഇതും എല്ലാം കൂടി കൂട്ടിയാൽ 180, ഇതും 180, എന്നിട്ട് ഇത് പ്ലസ് ഇത് 90, ഇത് പ്ലസ് ഇത് 90, എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് 4 കൂടി കൂട്ടുക, എന്നിട്ട് അത് വേണ്ടത് പെയർ ആക്കുക. അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയുള്ള മെത്തേഡ് വെച്ച് ആൻസർ ചെയ്യാൻ പറ്റും. ഏറ്റവും ആദ്യം നമുക്കിതൊന്ന് ഓക്കെ. സോ നമുക്ക് പറയാൻ പറ്റും ആംഗിൾ ഗിവൺ ആംഗിൾ എ ബി സി, ആംഗിൾ എ ഡി സി 90 ഡിഗ്രി തന്ന കാര്യമാണ് ഗിവൺ. Therefore so angle BAD plus angle BCD 180 degree. എന്താ റീസൺ? ഒരു ക്വാഡ്രിലാറ്ററലിന്റെ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ആണെങ്കിൽ ബാക്കിയുള്ള രണ്ടെണ്ണത്തിന്റെ സമ്മ് എന്തായിരിക്കും? 180 ആയിരിക്കും. സ്വാഭാവികമാണ്, കാരണം ടോട്ടൽ 360 ആണല്ലോ. ഇനി നമുക്ക് പറയാൻ പറ്റും എന്ത്? ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. എന്താ കാരണം? ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എപ്പോഴും എത്രയാ? 180 ഡിഗ്രി ആണ് വരിക. ഇനി നമുക്ക് പറയാൻ പറ്റും എന്ത്? നൗ ഡ്രോ എ സർക്കിൾ വിത്ത് ABCD, circles with ABCD as point on it, as points on it, as points on it. എന്നിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ABCD അതിലുള്ള ഓരോ പോയിന്റ്സ് ആണെന്ന് പറയാൻ പറ്റും. Now CD is a കോഡ്. CD എന്ന് പറയുന്ന സർക്കിളിലുള്ള ഒരു കോഡാണ്. ദാറ്റ് മീൻസ് യു ക്യാൻ സേ ദാറ്റ് therefore ആംഗിൾ CBD is equal to ആംഗിൾ CAD. ഒരു കോഡിലുള്ള ആംഗിൾ ആണെന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് പറയാ എന്ത്? ഹെൻസ് പ്രൂവ്ഡ്. ഹെൻസ് പ്രൂവ്ഡ്, ലാസ്റ്റ് ഹെൻസ് പ്രൂവ്ഡ് ഒന്നും കൂടി എഴുതിയാൽ സംഭവം കഴിഞ്ഞു. സോ ഇത്ര മാത്രമേ ഈ പ്രോബ്ലത്തിലുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് പ്രോബ്ലം. അപ്പൊ ഇവിടെയും ഫിഗർ ഇല്ല കേട്ടോ. സോ ഏറ്റവും ആദ്യം തന്നിരിക്കുന്ന കാര്യം എന്താണ്? പ്രൂവ് ദാറ്റ് എ സൈക്ലിക് പാരലലോഗ്രം ഈസ് എ റെക്ടാംഗിൾ. എന്തായിരുന്നു പാരലലോഗ്രം? പാരലലോഗ്രം എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ പാരലലോഗ്രം. ഇതാണ് പാരലലോഗ്രം. സോ ഇവിടെ എന്താ പ്രത്യേകത? എന്താ? ഈ ആംഗിൾ ഈക്വൽ ടു ഈ ആംഗിൾ, ഈ ആംഗിൾ ഈക്വൽ ടു ഈ ആംഗിൾ, അല്ലെ? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ദിസ് സൈഡ് ഈക്വൽ ടു ദിസ് ആൻഡ് ദിസ് സൈഡ് ലെങ്ത് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദിസ് സൈഡ്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ പ്രൂവ് ദാറ്റ് സൈക്ലിക് പാരലോഗ്രം ഈസ് എ റെക്ടാംഗിൾ. എന്താ ഈ സൈക്ലിക് പാരലോഗ്രം? ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ആണ്. അല്ലെങ്കിൽ ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എപ്പോഴും എന്തിലായിരിക്കും ഉണ്ടാവുക? ഒരു സർക്കിളിന്റെ 4 പോയിന്റിലാണ് എന്തുണ്ടാവുക? ഇതിന്റെ വെർട്ടിസസ് ഉണ്ടാവുക. സോ ദിസ് ഇസ് എ, ദിസ് ഇസ് ബി, ഇവിടെ സി, ഇവിടെ ഡി. ഇങ്ങനെ ABCD നമ്മൾ ആദ്യം പേര് കൊടുത്തു. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണല്ലോ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഏറ്റവും ആദ്യം നമുക്ക് പറയാൻ പറ്റുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ മീൻസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾവേസ് സം അപ് ടു 180 ഡിഗ്രി. സോ നമുക്ക് പറയാൻ പറ്റും ആംഗിൾ
A plus angle C 180 degree and angle B plus angle D equal to 180 degree. Okay. Now, what you can say? As ABCD is a parallelogram. Parallelogram എന്ന് ഫുൾ എഴുതണേ. ഓക്കെ, parallelogram. Angle A is equal to angle C and angle B equal to angle D. എന്താ റീസൺ എഴുതുക? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾവേസ് ഈക്വൽ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. നൗ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഈ ഒരു ഈക്വൽ എന്ന് പറഞ്ഞ കാര്യം ഈ മുകളിലുള്ള ഇക്വേഷനിൽ കൊടുത്താൽ അതോടുകൂടി എന്തായിട്ടുണ്ട്? എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ആണെങ്കിൽ ഇത് എത്ര വീതമാവണം? 90 വീതമാവണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും therefore ആംഗിൾ എ പ്ലസ് ആംഗിൾ എ is equal to 180. അതെങ്ങനെ ആംഗിൾ എ പ്ലസ് ആംഗിൾ എ ആയത്? ബിക്കോസ് ആംഗിൾ സിക്ക് പകരം നമ്മൾ ആംഗിൾ എ എന്ന് കൊടുത്തു. ഇംപ്ലൈസ് ആംഗിൾ എ is equal to 90 ഡിഗ്രി, ആംഗിൾ സി ഈക്വൽ ടു 90 ഡിഗ്രി. ഇപ്പൊ എല്ലാ ആംഗിളും 90 ഡിഗ്രി ആയി. സിമിലർലി നമുക്ക് പറയാൻ പറ്റും എന്ത്? ആംഗിൾ ബി is equal to ആംഗിൾ ഡി ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ എല്ലാ ഇന്റേണൽ ആംഗിളും എന്താ? 90 ഡിഗ്രി വീതമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് therefore the cyclic quadrilateral is a rectangle. ഇത്ര മാത്രമേ നമുക്ക് ഈ പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇത്ര മാത്രമേ ചെയ്യാനുള്ള പ്രോബ്ലം. ഓക്കെയാണ്. അപ്പൊ ഇത്രയും പ്രോബ്ലംസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മൊത്തത്തിലുള്ളത്. അപ്പോൾ ഇതിന്റെ ഇനി പറയാനുള്ള ഇതിന്റെ കൺക്ലൂഷൻ ആണ്. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. സോ ഏറ്റവും ആദ്യം എന്താ പറയാ, ഇതിന്റെ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താ? എല്ലാം ബേസിക്കലി തിയറംസ് ആണ് അല്ലെ. സോ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞ എന്താ? ഒരു സർക്കിള്, അതിന്റെ ഇന്റീരിയർ ആണ് എന്ത്? ഇന്റീരിയർ പോയിന്റ്, എക്സ്റ്റീരിയർ പോയിന്റ്. അതേപോലെ സർക്കിളിലുള്ള ഒരു പോയിന്റ് എന്നുള്ള രീതിയിൽ ഒരു സർക്കിൾ എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യം യു ക്യാൻ സി ഇതാണ് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യം. എന്താണ്? ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ സബ്ടെൻഡ് ഈക്വൽ ആംഗിൾ അറ്റ് ദ സെന്റർ. ഇതൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. സോ ഈക്വൽ കോഡ്സ് ആണെങ്കിൽ സെന്ററിൽ ഈക്വൽ ആംഗിൾ ആണ് ഉണ്ടാവുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. മാത്രമല്ല ഈക്വൽ കോഡ്സ് ആണെങ്കിൽ എപ്പോഴും എന്താ പറയാ, അത് ഫോം ചെയ്യുന്ന ആംഗിൾ സർക്കംഫറൻസിലും എന്തായിരിക്കും? ഈക്വൽ ആണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതേപോലെ തന്നെ എന്താ? ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട് ദ കോഡ് എന്ന് പറഞ്ഞാൽ സെന്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു എന്താ പറയാ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ബൈസെക്ട് ചെയ്യും. മാത്രമല്ല ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആവും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിപ്പോ എന്താ പറയാ, ബൈസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് എവിടുന്നാ ഉണ്ടാവുക? സെന്ററിനാണ് ഈ ഒരു ലൈന് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ 3 പോയിന്റ് ഉള്ള ഒരു ആക്ച്വലി ഒരു സർക്കിളില് 3 പോയിന്റ്, ഒരു സർക്കിളില് 3 പോയിന്റ് കോമൺ ആയിട്ട് വരുന്ന ഒരൊറ്റ സർക്കിളെ വരയ്ക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ 3 പോയിന്റ് എന്താ പറയാ ഒരു സർക്കിൾ വരുത്തുകയാണെങ്കിൽ അത് ഒരേ ഒരു രീതിയിലേ വരാൻ പറ്റുള്ളൂ. അല്ലാതെ ആ 3 പോയിന്റിൽ കോമൺ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നിലധികം സർക്കിൾസ് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ പറഞ്ഞ എന്താ? ഈക്വൽ കോഡ്സ് ആൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ കോഡ്സ് ആൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ എന്ന് പറഞ്ഞാൽ ഈക്വൽ കോഡ്സ് ആണ്, ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ ഈ ഒരു ലൈനും അതേപോലെ ഈ ഒരു ലൈനും ഈക്വൽ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ഏതായിരുന്നു? ഇതാണ് നെക്സ്റ്റ് പറഞ്ഞത് അല്ലെ. സോ ഇവിടെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആംഗിൾ സബ്ടെൻഡഡ് ബൈ എൻ ആർക്ക് ഓഫ് എ സർക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ സബ്ടെൻഡഡ് ബൈ എൻ ആർക്ക് അറ്റ് ദ സെന്റർ ഈസ് ഡബിൾ ദി ആംഗിൾ സബ്ടെൻഡഡ് ബൈ ഇറ്റ് അറ്റ് എനി പോയിന്റ് ഓൺ ദ റിമൈനിങ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
ഇങ്ങനെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. അപ്പൊ ഈ റേഡിയസും ഈക്വൽ ആണെന്ന് നമുക്കറിയാം അല്ലെ. ഈ റേഡിയസും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അതേപോലെ ഈ റേഡിയസും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് റൈറ്റിംഗ്. ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ അതിന്റെ ഡബിൾ ആണ് ഇവിടെ ഉണ്ടാവുക. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ആംഗിളിന്റെ ഡബിൾ ആണ് ഇവിടെ ഉണ്ടാവുക. അത്ര മാത്രമേ ഉള്ളൂ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് റിവ്യൂ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എന്താ പറയാ, ഈ ഒരു എ ബി എന്നുള്ള ഒരു കോഡ് ഉണ്ടെങ്കിൽ ഈ ഒരു ആംഗിളും ഒക്കെ സെയിം ആയിരിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഇയും ഡിയും ഇ ഡാഷും ഒക്കെ ഒരേ പോയിന്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. സോ ഇതത്രേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ലാസ്റ്റ് പോയിന്റ് ആയിരുന്നു. ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പൊ ഇത്ര മാത്രമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. പിന്നെ നമുക്ക് പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത്ര മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പൊ ഈ ചാപ്റ്റർ വളരെ ഈസിയാണ്. അപ്പൊ അതിൽ ഈ പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വളരെ പെർഫെക്റ്റ് ആയിട്ട് മൈൻഡിൽ ഉറപ്പിച്ചാൽ മതി. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് 180 ഡിഗ്രി. അതേപോലെ തന്നെ സെന്ററിലുള്ള ആംഗിളിന്റെ പകുതിയാണ് ഇവിടെ ഉണ്ടാവുക, ഈ ഒരു സർക്കംഫറൻസിൽ ഉണ്ടാവുക. പിന്നെ ഒരു കോഡിലുള്ള എല്ലാ ആംഗിളും എപ്പോഴും എന്തായിരിക്കും, സെയിം ആണ് ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളൊക്കെ മതി. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിലുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ് മാക്സിമം, ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ പ്രോബ്ലംസും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണം. എസ്പെഷ്യലി പ്രൂഫൊക്കെ വരുന്ന പ്രോബ്ലംസ് ആണെങ്കിൽ എന്തൊക്കെയാണ് ഇതിലുള്ള കോൺസെപ്റ്റ്, അതെങ്ങനെയെങ്കിലും അങ്ങോട്ട് എന്താ പറയുക, കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്ക്. ഇത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് പുതിയ ചാപ്റ്ററുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.